ഹായ് വ്യൂവേഴ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സ്റ്റുഡൻറ്റ് ഹോം കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ജർമ്മനിയിൽ നമ്മൾ വന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങളിപ്പം ബാച്ചിലേഴ്സോ മാസ്റ്റേഴ്സോ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നിൽക്കാൻ സ്റ്റുഡൻറ്റ് ഹോമാണ്. കാരണം എന്തെന്നാൽ അവിടെ നമുക്ക് റെൻറ്റ് കുറവായിരിക്കും, അതുപോലെ തന്നെ നമുക്ക് യൂട്ടിലിറ്റി ബില്ലും ബാക്കി കാര്യങ്ങളും എല്ലാം കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും പഠിക്കാൻ വരുമ്പോഴത്തേക്ക് നിങ്ങൾ എപ്പോഴും ഒരു സ്റ്റുഡൻറ്റ് ഹോം ചൂസ് ചെയ്യുക. നമുക്ക് പോയാലോ? അപ്പം വാ. നമ്മളിപ്പം സ്റ്റുഡൻറ്റ് ഹോമിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ പുറത്തുനിന്ന് വരുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ആരെ കാണാനാണോ വരുന്നത്, അപ്പോൾ അവരെ ഒരു നമ്പർ ഉണ്ടാവും അവർക്ക്. അപ്പോൾ ആ നമ്പർ നമ്മൾ എപ്പോഴും ഇപ്പം എൻ്റെ ഫ്രണ്ട് അവൻ്റെ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 080122 ആണ്. ഓക്കെ, ഹലോ എടാ തുറക്കടാ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അവൻ്റെ റൂം കാണാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കീ ഉണ്ടാവും അല്ലേ? ഓക്കെ, ഇത് കീ ഉണ്ടാവും. അപ്പോൾ കീ വെച്ചിട്ട് നമ്മൾ അൺലോക്ക് ചെയ്യണം. ഓക്കെ, ഇതാണ് സ്റ്റുഡൻറ്റ് ഹോം വരുന്നത്. ഓക്കെ, ഇതാണ് വരുന്നത് അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നമുക്ക് അപ്പാർട്ട്മെൻറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫർണിഷ്ഡ് ആയിരിക്കും. സ്റ്റുഡൻറ്റ് ഹോം ആകുമ്പോൾ യൂഷ്വലി എപ്പോഴും ഫർണിഷ്ഡ് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ നമുക്ക് നമ്മളെ രീതി എങ്ങനെയാണെങ്കിലും അറേഞ്ച് ചെയ്തിടാം, അതിന് കുഴപ്പമില്ല. അത് നമുക്ക് എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം. നമുക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യാം, നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാം. പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ ഹീറ്റിംഗ് കോസ്റ്റ് അങ്ങനെ ഉണ്ടാവുമോ നിങ്ങൾക്ക്? സെപ്പറേറ്റ് ആയിട്ടല്ല. അപ്പോൾ എത്രയാണ് റെൻറ്റ് കൊടുക്കുന്നത് റോഷൻ? ഞാൻ കൊടുക്കുന്നത് 260 ഇൻക്ലൂഡിങ് എവരിത്തിങ്. വൈഫൈ കൂടെ? വൈഫൈ എത്ര? 5 യൂറോ ഉള്ളൂ. 5 യൂറോ ആവുന്നുള്ളൂ വൈഫൈ കൂടെ. അപ്പം ടോട്ടൽ പിന്നെ ഒരു റേഡിയോ ബില്ലിൻ്റെ ഉണ്ടാവില്ലേ? നമ്മുടെ ഡോമിൽ എത്ര പേരുണ്ടോ അതനുസരിച്ചാണ്. ഓ, അപ്പോൾ ഈക്വലി ആണ് പോകുന്നത്. അപ്പോൾ അറൗണ്ട് ഒരു മാസം 265 to 268 ഇത്രയൊക്കെ ആകത്തുള്ളൂ. ഓ, അപ്പോൾ വളരെ കുറവാണ് റെൻറ്റ്. 268 യൂറോ ആവുന്നുള്ളൂ റെൻറ്റ്. ഓക്കെ, അപ്പം റോഷിന് പിന്നെ ബാക്കി ലിവിങ് കോസ്റ്റ് എത്രയാണ് വരുന്നത് അപ്പം ടോട്ടൽ? ലിവിങ് കോസ്റ്റ് നമ്മൾ ഡിപ്പെൻസ്. ഇപ്പം ഞാൻ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണെങ്കിൽ അതനുസരിച്ച് തന്നെ വരും. ഓക്കെ, അപ്പം അല്ലാതെ വരുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 500 നിൽക്കും. അതായത് ഇപ്പോൾ ഇൻഷുറൻസ് 125 കൂട്ടിയിട്ടുള്ളത് ഞാൻ പറയുന്നത്. ഇൻഷുറൻസ് ഞാൻ ഇപ്പോൾ അടയ്ക്കുന്നത് 140 ഓക്കെ. പിന്നെ ഇതിൻ്റെ ഡോം റെൻ്റ് ഉണ്ട് 265 എല്ലാം കൂട്ടുക. പിന്നെ നമ്മൾ വാങ്ങുന്ന ഗ്രോസറി ഐറ്റംസും എല്ലാം കൂടെ ഒരു 500-550 രൂപ വരത്തുള്ളൂ. അത് ഡിപ്പെൻസ് ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്താണ് ചിലവ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റുഡൻറ്റ് ഹോം വരുന്നത്. അപ്പോൾ ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം.